നവജ്യോതി കരുണാകര ഗുരു സ്ത്രീകളുടെ ഉന്നമനത്തിനായി വിവിധ കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുകയുണ്ടായി എന്ന് തിരുവനന്തപുരം ശാന്തിഗിരി ആശ്രമം പ്രസിഡന്റ് സ്വാമി ചൈതന്യ ജ്ഞാന തപസ്വി. ശാന്തിഗിരി ആശ്രമം കാസർഗോഡ് ഘടകം ഹോസ്തുർഗ് ലയൺസ് ക്ലബ് ഹാളിൽ നടത്തിയ പൂജിത പീഠം സമർപ്പണത്തിന് മുന്നോടിയായുള്ള വാർഷിക സത്സംഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്ത്രീകളുടെ ഉന്നമനത്തിലൂടെ മാത്രമേ വീടിനും കുടുംബത്തിനും സമൂഹത്തിനും ഉന്നമനം ഉണ്ടാവുകയുള്ളൂവെന്നും നവജ്യോതി കരുണാകര ഗുരു സ്ത്രീകളുടെ ഉന്നമനത്തിനായി വിവിധ കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുകയുണ്ടായി എന്നും വിശ്വപ്രസിദ്ധമായ തിരുവനന്തപുരം ശാന്തിഗിരി ആശ്രമം പ്രസിഡന്റ് സ്വാമി ചൈതന്യ ജ്ഞാന തപസ്വി പറഞ്ഞു. ശാന്തിഗിരി ആശ്രമം കാസർഗോഡ് ഘടകം ഹോസ്തുർഗ് ലയൺസ് ക്ലബ് ഹാളിൽ നടത്തിയ പൂജിതാപീഠം സമർപ്പണത്തിന് മുന്നോടിയായുള്ള വാർഷിക സത്സംഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അങ്ങനെ ഗുരുവിന്റെ ഒരു സ്നേഹം പങ്കുവെക്കാനാണ് ഗുരുവിന്റെ കൽപ്പനയനുസരിച്ച് ആശ്രമത്തിന്റെ ഏറ്റവും സർവാധീനായ പ്രസിഡന്റ് സ്വാമി നമ്മുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. സംശദമായിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കും. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ആ ഒരു സങ്കല്പ പ്രാർത്ഥനകൾ 41 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു സങ്കല്പ പ്രാർത്ഥനയിലൂടെയാണ് ഇപ്പോൾ ഈ പരമ്പര കടന്നു പോകുന്നത്. ആ ഒരു സങ്കല്പം എന്ന് പറയുന്നത് തന്നെ നേരത്തെ ഇവിടെ രാമേട്ട സൂചിപ്പിച്ചതുപോലെ ഈ പരമ്പരയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് പ്രകാശത്തിന്റെ വാക്കുകൾ സങ്കല്പമായി പറഞ്ഞു കിട്ടും. പി പ്രേമരാജൻ ആമുഖ പ്രഭാഷണം നടത്തി. ടി മനോജ് സ്വാഗതം പറഞ്ഞു. കാസർഗോഡ് ഏരിയ ഇൻചാർജ് സ്വാമി ആത്മബോധ ജ്ഞാന തപസ്വി മുഖ്യാതിഥിയായി പങ്കെടുത്തു. പി ബാലൻ പരിപാടികൾക്ക് നന്ദി അർപ്പിച്ച് സംസാരിച്ചു. ചടങ്ങിൽ ഏരിയ ചുമതലക്കാർ, ആത്മബന്ധുക്കൾ എന്നിവർ സംബന്ധിച്ചു. എല്ലാ വർഷവും ഫെബ്രുവരി 22-നാണ് പൂജിതാപീഠ സമർപ്പണം ആഘോഷിക്കുന്നത്. അർദ്ധവാർഷിക കുംഭമേളയായി നടത്തപ്പെടുന്നു. പൂജിതാപീഠം സമർപ്പണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തുടനീളം ശാന്തിഗിരി ആശ്രമം പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ സാംസ്കാരിക സംഗമം നടന്നുവരുന്നതായി ആശ്രമം ചുമതലക്കാർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.